ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ പലരുടെയും വായിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വപ്നത്തിൽ വരുന്നത്. ചിലപ്പോൾ സുഹൃത്തുക്കളാകാം, മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാകാം, മക്കളാകാം. സ്വപ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ പലരുടെയും ഉള്ളിൽ ഭയമോ അല്ലെങ്കിൽ വലിയൊരു ശൂന്യതയോ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് അവർ സ്വപ്നത്തിൽ വരുന്നത്? അവർക്കെന്തെങ്കിലും നമ്മോട് പറയാനുണ്ടോ? അതോ നമ്മെ അവർ വന്ന് ഭീഷണിപ്പെടുത്തുകയാണോ? പലരുടെയും ഉള്ളിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി പലരും പലയിടങ്ങളിലും പോകാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതിൻ്റെ കൃത്യമായ മറുപടി ലഭിക്കേണ്ടത് ദൈവവചനമായ ബൈബിളിൽ നിന്നാണ്. ചിലർക്ക് മരിച്ചവർ സ്വപ്നത്തിൽ വരുന്നത് വലിയ ആശ്വാസമാണ്. അവർ ഇപ്പോഴും കൂടെയുണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് സന്തോഷം നൽകുന്നു. എന്നാൽ മറ്റു ചിലർക്ക് ഇത് വലിയ ഭയമാണ് നൽകുന്നത്. സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഇതിനുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലരും അതിനെയൊക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും അന്ധവിശ്വാസങ്ങളിൽ ചെന്നുപെടുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചിന്തിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ആത്മീയ തലങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത് ഗൗരവമായി പഠിക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ കാരണം ആത്മീയ ലോകത്ത് വലിയ വഞ്ചനകൾ നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. മരിച്ചവരോടുള്ള നമ്മുടെ സ്നേഹത്തെ ദുരുപയോഗം ചെയ്യാൻ പിശാചിന് സാധിക്കും. മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെടാൻ കഴിയുമോ? സ്വപ്നങ്ങളുടെ ഉറവിടം എവിടെ നിന്നാണ്? ഇത്തരം സ്വപ്നങ്ങൾ കാണുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾ എന്തു ചെയ്യണം എന്നിങ്ങനെയുള്ള വലിയ സംശയങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കേൾക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ്, നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്, നമ്മെ ഭയപ്പെടുത്തുന്നവനല്ല. ഭയപ്പെടേണ്ട എന്ന് ബൈബിളിൽ 365 തവണ എഴുതിയിരിക്കുന്നത് നാം അറിയുന്നു. നാം ഭയത്തിന് കീഴിൽ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ വചനത്തിൻ്റെ സത്യം ഇന്ന് നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു. വീഡിയോയുടെ ആദ്യത്തിൽ തന്നെ മരണമെന്ന അവസ്ഥയെ വചനം എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. മരിച്ചവർ എവിടെയാണെന്നും അവർ എന്തു ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ സ്വപ്നത്തിൽ അവരുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയൂ. നമുക്ക് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. മരണമെന്ന അവസ്ഥയെ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന പദം നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്നാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. എന്നാൽ ഇതിൽ വലിയൊരു ആത്മീയ സത്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് യേശു പറയുന്നത് നോക്കാം. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ലാസർ മരിച്ചു എന്ന് വ്യക്തമായിട്ടും യേശു ഉറക്കം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ യേശു പറയാൻ കാരണം? ഉറങ്ങുന്ന ഒരാൾക്ക് ചുറ്റുമുള്ളതൊന്നും അറിയില്ല, പക്ഷേ അയാൾ ഒരു നാൾ ഉണരും. അതുപോലെയാണ് ക്രിസ്തുവിൽ മരിക്കുന്നവർ. അവർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിനായി കാത്തിരിക്കുകയാണ്. പലരും ചിന്തിക്കുന്നത് മരിച്ചവർ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ട് എന്നും അവർ നമ്മുടെ സംഭാഷണം കേൾക്കുന്നു എന്നുമാണ്. എന്നാൽ വചനം വളരെ വ്യക്തമായി പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ അവർ മരിക്കുമെന്ന് അറിയുന്നു, മരിച്ചവരോ അവർ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല. അവരുടെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഓഹരി ഇല്ല. സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഭൂമിയിൽ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇടപെടാൻ കഴിയില്ല, സഹായം നൽകാൻ കഴിയില്ല. നമ്മുടെ അവസ്ഥയിൽ സങ്കടപ്പെടാനോ അവർക്ക് കഴിയില്ല. അവർ ദൈവത്തിൻ്റെ നിത്യതയിലോ അല്ലെങ്കിൽ ന്യായവിധിക്കുള്ള കാത്തിരിപ്പിലുമാണ്. മരണം സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വചനം വളരെ വ്യക്തമായി പറയുന്നു, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക്
തിരികെ ചേരും. ആത്മാവ് അത് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഇതിൻ്റെ അർത്ഥം മരിച്ചവർ ഭൂമിയിൽ അവരുടെ ആത്മാവ് അലഞ്ഞു തിരിയുന്നില്ല എന്നതാണ്. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായി സാധിക്കും. മരിച്ചവർക്ക് ഒരിക്കലും തിരികെ വരാൻ കഴിയാത്ത വിധം വലിയൊരു ആഘാതം മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിൽ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് സ്വപ്നത്തിൽ വരുന്നവർ മരിച്ചവർ തന്നെ ആണോ എന്ന ചോദ്യം പ്രസക്തമാകുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിന് സ്വന്തം ഇഷ്ടപ്രകാരം ഭൂമിയിലേക്ക് വരാനോ ആരുടെയെങ്കിലും സ്വപ്നത്തിൽ വരുവാനോ അവർക്ക് അനുവാദമില്ല. ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലില്ലാതെ ഒരിക്കലും അങ്ങനെയൊന്ന് സംഭവിക്കുകയുമില്ല. അപ്പോൾ പലരുടെയും സംശയം, ഞാൻ കണ്ടത് ആരെയാണ് എന്നും എൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്. എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ അതേ രൂപത്തിലല്ലേ വന്നത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. സഹോദരങ്ങളെ, അവിടെയാണ് നാം വഞ്ചിക്കപ്പെടുന്നത്. രൂപം കണ്ട് നാം ആ വ്യക്തിയാണെന്ന് ഉറപ്പിക്കരുത്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചവർ ഒരിക്കലും ഭൂമിയിലേക്ക് തിരികെ വരാൻ കഴിയില്ല. അവരുടെ ദേഹം ഭൂമിയിലേക്കും അവരുടെ ആത്മാവ് ദൈവത്തിലേക്കും ചേരും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവർ നിദ്ര കൊള്ളുന്നു എന്ന വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ കേട്ട വചനത്തിലൂടെ വേണം നാം കണ്ട സ്വപ്നത്തെ തിരിച്ചറിയാൻ. വഞ്ചിക്കപ്പെടരുത്. സ്വപ്നങ്ങൾ ഉടനീളം ഒരു നിഴൽ ചിത്രങ്ങളല്ല. ബൈബിളിൽ ഉടനീളം ദൈവം നമ്മോട് സംസാരിക്കാൻ സ്വപ്നങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്ക് കാണാനായി സാധിക്കും. എന്നാൽ നാം കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണോ? അല്ല. വചനത്തെ നിലനിർത്തി സ്വപ്നങ്ങൾക്ക് 3 ഉറവിടങ്ങളാണുള്ളത്. ഇതിനെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മരിച്ചവരെ സ്വപ്നം കാണുമ്പോൾ അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് തിരിച്ചറിയാൻ ഇത് നിങ്ങളെ സഹായിക്കും. ദൈവം പലപ്പോഴും ദൈവത്തിൻ്റെ ദൂതറിയിക്കാൻ സ്വപ്നങ്ങളെ ഉപയോഗിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു. മനുഷ്യനത് കൂട്ടാക്കുന്നതുമില്ലതാനും. ഗാഠനിദ്ര മനുഷ്യർക്ക് ഉണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. പഴയ നിയമത്തിൽ യോസഫിനും ദാനിയേലിനും ദൈവം സ്വപ്നങ്ങൾ നൽകി. പുതിയ നിയമത്തിൽ പിതാവായ യോസഫിനോട് ദൂതൻ സംസാരിക്കുന്നത് സ്വപ്നത്തിലൂടെയാണ്. ഇത്തരം സ്വപ്നങ്ങൾ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു വഴിനടത്തിപ്പോ ഒരു വെളിപ്പാടോ ആയിരിക്കും. ഇതൊരിക്കലും നിങ്ങളെ ആശയക്കുഴപ്പത്തിൽ ആക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആകുലതകളിൽ നിന്നും ചിന്തകളിൽ നിന്നും സഭാപ്രസംഗികളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വളരെ വ്യക്തമായി പറയുന്നു. അധിക ജോലി തിരക്ക് കൊണ്ട് സ്വപ്നം ഉണ്ടാകും. ചില സമയങ്ങളിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ ഉള്ള വലിയൊരു ആഗ്രഹമോ സങ്കടമോ ഭയമോ സ്വപ്നങ്ങളായി വരാൻ സാധ്യതയുണ്ട്. മരണപ്പെട്ടു പോയ പലരെയും നാം സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ 90% കാരണവും ഇതാണ്. നാം അത്രമേൽ അവരെ സ്നേഹിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വേർപാട് നമുക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ടോ മനസ്സ് ആ രൂപങ്ങളെ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നാം ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട കാര്യം. ആത്മീയ ലോകത്ത് ദൈവത്തിൻ്റെ പക്ഷത്തല്ലാത്ത ശക്തികളും ഉണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യാജ സ്വപ്നങ്ങളെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മരിച്ചവരുടെ രൂപം ധരിച്ച് നമ്മെ ഭയപ്പെടുത്താനോ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനോ ശത്രുവായ പിശാച് ശ്രമിച്ചേക്കാം. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ള സ്വപ്നം എങ്ങനെയായിരിക്കും? നാം നേരത്തെ ചിന്തിച്ചതുപോലെ നമുക്ക് ഒരു മുൻ വഴികാട്ടിയായിരിക്കും. നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണമെന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാർഗം ഇങ്ങനെയാക്കി മാറ്റണമെന്നും എന്തെങ്കിലും അടയാളങ്ങളോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ദൈവം നമുക്ക് സ്വപ്നത്തിൽ വന്ന് നമ്മോട് സംസാരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു വഴികാട്ടിയായിട്ടാണോ? നിങ്ങൾ നാളെയുടെ നിങ്ങളുടെ നടപ്പ് ഇങ്ങനെ ആയിരിക്കണമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും ഇങ്ങനെയുള്ള നല്ല അടയാളങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങളുടെ സ്വപ്നങ്ങൾ നൽകുന്നുവെങ്കിൽ ഉറപ്പായും നിങ്ങൾ വിശ്വസിക്കുക, അത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സ്വപ്നമാണ്. എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സ്വപ്നത്തിലുള്ളത് നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണോ, നിങ്ങളെ കൂടെ ചെല്ലാൻ വിളിക്കുന്നു, ദാഹിക്കുന്നു എന്ന് പറയുന്നു, ഇങ്ങനെയുള്ള നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണോ നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ദൈവമല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, പിശാചിൻ്റെ വലിയ തന്ത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് സ്വപ്നത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് മനസ്സിലായി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് മരിച്ചവർ നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്നത്? ഇതിന് നമുക്ക് 3 തലങ്ങളായി വിശകലനം ചെയ്യാം. 1 മനഃശാസ്ത്രപരം, 2 വൈകാരികം, 3 ആത്മീയം. നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത് വലിയൊരു സ്റ്റോറേജ് ഡിവൈസ് പോലെയാണ്. എത്ര വർഷങ്ങൾ മുൻപേ ഉള്ളതാണെങ്കിലും നമുക്ക് അവരുടെ സംസാരം, ഗന്ധം, രൂപം, അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. സഭാപ്രസംഗി 5:3 പറഞ്ഞതുപോലെ, നമ്മുടെ മനസ്സിലെ തിരക്കുകൾ, നമുക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം, നമുക്ക് ആ വ്യക്തിയെ കാണണമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ തന്നെ നമുക്ക് ഒരു സ്വപ്നത്തിലൂടെ, ഒരു സ്വപ്നരൂപത്തിലൂടെ നമ്മുടെ മുൻപിൽ എത്തുന്നു. മരണപ്പെട്ടു പോയ ആ വ്യക്തിയെക്കുറിച്ച് നാം സ്വപ്നത്തിലും ഭയക്കുന്നു എങ്കിൽ നാം ആ വ്യക്തിയെ നല്ല രീതിയിൽ സ്നേഹിച്ചില്ല എന്നും, അല്ലെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ആ വ്യക്തിക്ക് ജീവനുള്ള സമയത്ത് ചെയ്തു നൽകിയിട്ടില്ല, ഒരു പ്രാവശ്യമെങ്കിലും നാം അവരോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കാണും. അതുകൊണ്ടാണ് പലരും സ്വപ്നത്തിൽ ദേഷ്യപ്പെടുന്നതായി ഒക്കെ സ്വപ്നം കാണുന്നത്. അന്ന് നാം അവരോട് ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധമാണ് ഇന്ന് നാം കാണുന്ന സ്വപ്നത്തിൻ്റെ ദേഷ്യഭാവങ്ങൾ. സാത്താൻ പോലും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു. മരിച്ചുപോയവരുടെ രൂപത്തിൽ ദുഷ്ടാരൂപികൾ പ്രത്യക്ഷപ്പെടാൻ ഇടയുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ആ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സമാധാനമാണോ കിട്ടുന്നത്, അതോ ഭയമാണോ നിങ്ങളിൽ ജനിപ്പിക്കുന്നത്? വചനത്തിന് വിരുദ്ധമായി ഒരു സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അതൊക്കെ പിശാചിൻ്റെ വലിയ തന്ത്രങ്ങളാണ്. അല്ലെങ്കിൽ സമാധാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളോട് വലിയ പദ്ധതികളുടെ പ്ലാൻ സംസാരിക്കാനായി ഒരുങ്ങുന്നതാണ്. ഈ ഒരു സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ദുഷ്ടാരൂപികളുടെ വാക്കുകൾ കേട്ട് അന്ധവിശ്വാസത്തിൻ്റെ പടിയിലേക്ക് നിങ്ങൾ ചവിട്ടരുത്. ദുഷ്ടത നിറഞ്ഞ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുമ്പോൾ പ്രാർത്ഥിച്ച് അതിനെ നിങ്ങൾ നേരിടുക. കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഓർന്ന് വഴി നടത്തി കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.